Good morning, dear friends. I hope you remember me. ഇന്നലെയാണ് നമ്മൾ ഈ പ്രത്യേക ചാനൽ തുടങ്ങിയത്. എൻ്റെ പേര് പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ ആൻഡ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, ഗവൺമെൻറ് കോളേജ് മലപ്പുറം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്. 26 നിങ്ങളുടെ ആൻസറെങ്കിൽ അത് തെറ്റ്. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ അല്ല. ഓക്കെ, അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകണം. ആരോട് ചോദിച്ചാലും പറയും ഇംഗ്ലീഷ് എത്ര അക്ഷരം 26, മലയാളത്തിൽ എത്ര 51, ഇംഗ്ലീഷ് 26 എന്നുള്ളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡ്. അതിൽ ആർക്കും സംശയങ്ങളില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളല്ല, ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് 70. എന്തുകൊണ്ട് 70 എന്ന് ചോദിച്ചാൽ 1917 വരെ, 1917 വരെ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 17 ആയപ്പോഴേക്കും ഇംഗ്ലീഷിലെ ഈ 26 അക്ഷരങ്ങളുടെ ലിമിറ്റേഷനും അതിൻ്റെ കുഴപ്പങ്ങളും സാഹിബ് മനസ്സിലാക്കുകയും അന്ന് മുതൽ ഇംഗ്ലീഷിന് അഡീഷണലായിട്ട് 44 ഫോണറ്റിക് ലെറ്റേഴ്സ് കൂടി ചേർത്ത് 26 + 44 70 ആണ് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ 1917 മുതൽ, 1917 ഓൺവേഴ്സ്. ഇനി A to Z 26 ലെറ്റേഴ്സിന് പുറമെ അതിന് റോമൻ ലെറ്റേഴ്സ് എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ 44 ഫോണറ്റിക് ലെറ്റേഴ്സ് കൂടി വന്നു. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം, ഒരക്ഷരത്തിന് ഒരു പ്രൊനൗൺസിയേഷൻ മാത്രം കിട്ടുന്നതാണെങ്കിൽ ഇറ്റ്സ് ആൻ ഓണസ്റ്റ് സിറ്റുവേഷൻ. നമ്മൾ കൺഫ്യൂസ് ചെയ്യില്ല. എല്ലാ ഭാഷകളിലും ഒരക്ഷരത്തിന് ഒരു സൗണ്ടാണ്. മലയാളത്തിൽ 51 അക്ഷരങ്ങൾക്ക് 51 സൗണ്ടാണ്. പക്ഷേ ഇംഗ്ലീഷിൽ 26 അക്ഷരത്തിന് 44 അതിലധികം സൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ശരിക്കും 44 അക്ഷരങ്ങൾ വേണം. ആ 44 അക്ഷരങ്ങൾക്ക് സ്ഥാനത്താണ് 26 അക്ഷരങ്ങൾ നമ്മൾ ഒപ്പിക്കുന്നത്. അത് സാഹിബ് മനസ്സിലായി. അതുകൊണ്ട് കുഴപ്പം എന്താണ്? നമ്മൾ ഈ 26 അക്ഷരങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പം 3 ഒന്ന്, ഒരക്ഷരം പല സൗണ്ട്സ് തരും. പല അക്ഷരങ്ങൾ ഒരു സൗണ്ട് വരും. ചില അക്ഷരങ്ങൾ എഴുതും, പക്ഷെ നമ്മളത് വായിക്കാൻ പാടില്ല, പ്രൊനൗൺസിയേഷൻ അത് വരില്ല. ഈ 3 കുഴപ്പങ്ങളാണ് 26 അക്ഷരങ്ങൾക്കുള്ളത്. അത് ശരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കോമഡി ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ നോക്കി തലയില്ലാത്ത ഭാഷയാണ്, എഴുതുന്ന ഒന്ന് വായിക്കുന്ന വേറെന്ന് പറയുന്ന സിറ്റുവേഷൻ വരാൻ കാരണം ഒരക്ഷരത്തിന് പല സൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. ആ സിറ്റുവേഷൻ മാറ്റാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരക്ഷരത്തിന് ഒരു സൗണ്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയാണെങ്കിൽ, അങ്ങനെ മാറുന്ന സിറ്റുവേഷൻ